നമസ്കാരം ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താണ് എല്ലാവരുടെയൊക്കെ വിശേഷം? ഞാൻ നല്ല അടിപൊളിയായിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ 1-2 വീഡിയോ ഒക്കെ എടുത്തിരിക്കുകയാണ്. 7:30 ആയിട്ടുണ്ട്. ലുക്ക്, ഇനി വേണം എനിക്കൊന്ന് കുളിച്ചൊക്കെ വന്ന് ഒന്ന് റെസ്റ്റൊക്കെ എടുക്കാൻ. രാവിലെ 7:45 വീട്ടിൽ നിന്ന് പോകുന്നതാണ്. ഇപ്പം ഇന്ന് നേരമായിട്ടും എൻ്റെ പണി കഴിഞ്ഞിട്ടുള്ളൂ. തിങ്ക് അബൌട്ട് മൈ ഹാർഡ് വർക്ക്. ബിഗ് ബോസുമായി ബന്ധപ്പെട്ടിട്ടുള്ള കോൺട്രവേഴ്സീസും വിഷയങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വൈറലായിക്കൊണ്ട് പോകുന്നുണ്ട്. ബിഗ് ബോസിനേക്കാൾ ഫേമസ് ആവുന്നത് അവിടുന്ന് ഇറങ്ങിയിട്ടുള്ള ആൾക്കാരും അല്ലെ അതിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ആൾക്കാരുടെ കുടുംബക്കാരും അല്ലെങ്കിൽ അവർ പോലും അറിയാത്ത ചില കോൺട്രവേഴ്സീസ് കുത്തിക്കൊണ്ടുവരലാണ്. ഇപ്പോൾ വന്നിട്ടുള്ള ബിഗ് ബോസിൽ ഒരു റീസെൻറ്റ് കോൺട്രവേഴ്സി എന്താണെന്ന് വെച്ചാൽ നൂറയ്ക്ക് ആദിലേൻ്റെ കൂടെ നിൽക്കാൻ താല്പര്യമില്ല. നൂറയ്ക്ക് ആദിലേൻ്റെ അടുത്ത് നിന്ന് പോയാൽ മതി. നൂറയുടെ വീട്ടുകാർ വന്ന് നൂറ വാ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ പോവും എന്നൊക്കെയാണ് പറയുന്നത്. ഞാൻ ഇവരുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതാണ്. എനിക്കതിൽ വളരെ വ്യക്തമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം, നൂറയ്ക്ക് നൂറേൻ്റെ ഫാമിലിനോട് ഈ പറയുന്ന രീതിയിലുള്ള അവരുടെ അടുത്ത് പോകണം, ആദിലേനെ വിട്ട് പോകണം എന്നുള്ളൊരു സാധനമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല എന്ന് വെച്ചാൽ തോന്നിയിട്ടേ ഇല്ല. കാരണം പല ഫാമിലി റിലേറ്റഡ് ചോദ്യങ്ങൾക്കും നൂറ എന്ന് പറയുന്ന വ്യക്തി കൊടുക്കുന്ന റിപ്ലൈ ഞാൻ നല്ല രീതിയിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ തന്നെ ആലോചിച്ചിട്ടുണ്ട്, ഈ കുട്ടി എന്താ ഇങ്ങനെയൊക്കെ വന്ന് സോഷ്യൽ മീഡിയയിൽ പറയുന്നത്, 4 ആൾ കാണില്ലേ എന്നൊക്കെ ഞാൻ ഭയങ്കര അടിപൊളിയായിട്ട് ആലോചിച്ചിട്ടുണ്ട്. അപ്പോൾ ലേറ്റർ ഓൺ എനിക്ക് മനസ്സിലായി അവർ കടന്നു പോയിട്ടുള്ള സാഹചര്യങ്ങളാണ് ഇങ്ങനത്തെ ഒരു മാനസികാവസ്ഥയിലോട്ട് അവരെ കൊണ്ടുപോയിട്ടുള്ളത്. മേ ബി അതായിരിക്കാം, ആവാതിരിക്കാം. എന്തായാലും ഇതാണ് ഒരു വിഷയം. ഇതുമായി ബന്ധപ്പെട്ടിട്ട് മോളിവുഡ് കണക്ട് എന്ന് പറയുന്ന ഒരു പേജിൽ ഒരു പോസ്റ്റ് വന്നിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു പോസ്റ്റാണ്. ഞാൻ വായിച്ചൊന്നും നോക്കിയിട്ടില്ല, നമുക്ക് ഒരുമിച്ച് വായിക്കാം. പോസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ചില പയ്യന്മാർ ഉണ്ടാകുമായിരുന്നു. ഇവന്മാരുടെ പ്രധാന പണി നല്ല തറവാട്ടിൽ പിറന്ന പെൺകുട്ടികളെ പ്രണയിച്ച് വലയിലാക്കി വീട്ടിൽ നിന്നും ചാടിക്കുക എന്നതായിരുന്നു. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, തറവാട്ട് പിറക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിച്ചത്? പെൺകുട്ടികളെ ലൈൻ അടിക്കുക എന്ന് പറഞ്ഞ സംഭവം. ഈ തറവാട്ട് പിറന്ന പെൺകുട്ടികളെ മാത്രം ലൈൻ അടിക്കുക എന്ത് സിസ്റ്റമാണെന്നുള്ളത് എനിക്ക് മനസ്സിലായില്ല. പിന്നെ ഈ ചാടണമെങ്കിൽ ചെക്കൻ മാത്രം വിചാരിച്ചിട്ട് കാര്യമില്ല, പെണ്ണും വിചാരിക്കണം. ഈ പ്രണയിച്ചിട്ടുള്ള എല്ലാ പെണ്ണുങ്ങളും ഒന്നും ഒളിച്ചോടി പോയിട്ടില്ലല്ലോ. ഒരു സ്റ്റേജ് എത്തിക്കഴിയുമ്പോൾ ഞങ്ങളുടെ ഫാമിലി മതി എന്ന് പറഞ്ഞ് അടങ്ങി നിന്നിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്, എന്നാൽ ചാടിപ്പോയിട്ടുള്ള പെൺകുട്ടികളും ഉണ്ട്. അപ്പം ഒളിച്ചോടിക്കൊണ്ട് പോകുന്ന ചെക്കന്മാർ മാത്രമല്ല, പെണ്ണിനും അതുപോലെ താല്പര്യമുണ്ട്. അതുകൊണ്ട് 2 പേരും മ്യൂച്വലി ഇൻട്രസ്റ്റിലാണ് ചാടിപ്പോയിട്ടുള്ളത്. ഓക്കെ, അതെന്തോ വലിയ ക്രെഡിറ്റ് ആയിട്ടാണ് ഈ ചെക്കന്മാർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതെനിക്കറിയില്ല, എനിക്കതിനെക്കുറിച്ച് അറിയില്ല. സുഹൃത്തുക്കൾക്കിടയിൽ ഒരു പെണ്ണിനെ ചാടിച്ചവൻ വലിയ ഹീറോ ആണ്. ഇന്നും അതുപോലെയുള്ള നാളുകളുണ്ട്. ഏകദേശം 16 വയസ്സാകുമ്പോൾ തന്നെ പെണ്ണിനെ വലയിലാക്കും. കൃത്യം 18 പിറന്നാളിൻ്റെ അന്ന് തന്നെ ചാടിക്കും. 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പെണ്ണിനെ വയറ്റിലുണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അതോടെ ആ പെണ്ണിൻ്റെ ജീവിതം തകർന്നു. എൻ്റെ നാട്ടിൽ തന്നെ പണ്ട് ഇതുപോലെയുള്ള ഒരുപാട് കേസുകൾ ഞാൻ കേട്ടിട്ടുണ്ട്. കോഴിക്കോട് സിറ്റി ഭാഗത്ത് ഇപ്പോൾ ഇത് അധികം ഇല്ലെങ്കിലും കൊയിലാണ്ടി, പയ്യോളി, പേരാമ്പ്ര, കുറ്റ്യാടി ഭാഗത്തൊക്കെ ഈ പരിപാടി ഇപ്പോഴും നടക്കുന്നതായി എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എനിക്ക് എന്താണ് ഈ ചേട്ടൻ പറയാൻ ഉദ്ദേശിച്ചത് എന്ന കാര്യമൊന്നും എനിക്കറിയില്ല. എന്തായാലും പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഈ പോസ്റ്റ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. ഒളിച്ചോട്ടം, ഈ ഏരിയകളിലൊക്കെ ഒളിച്ചോട്ടം കൂടുതലാണ്. അതെന്തോ ഹീറോയിസമായി കാണുന്ന ചെക്കന്മാരാണുള്ളത്. ഈ ചെക്കന്മാർ എന്ത് ചെയ്യുന്നു? ചാടിക്കുന്നു, കൊണ്ടുപോകുന്നു, ഗ്രൂപ്പിലൊരു ഡിസ്കഷൻ ആവുന്നു. എനിക്കറിയില്ല, എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരും ഒളിച്ചോടിയിട്ടുണ്ടോ? ഇല്ല. എൻ്റെ ഫ്രണ്ട്സ് ലിസ്റ്റിൽ ആരും ഒളിച്ചോടിയില്ല. അല്ല, അവരോട് ചോദിക്കായിരുന്നു ഈ കഥേനെക്കുറിച്ച്. ഇല്ല. അപ്പോൾ ഒളിച്ചോടിയ ആൾക്കാരോട് ചോദിക്കണം. എനിക്ക് ഇങ്ങനത്തെയൊക്കെ പ്രസ്താവന എനിക്ക് ഭയങ്കര ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. ഭയങ്കര കോമണായി പറയുക. ഒരു 1, 2, 10 ആൾ അങ്ങനെ ഉണ്ട് എന്ന് കരുതിയിട്ട് ജനങ്ങൾ എല്ലാവരെയും പിടിച്ചിങ്ങനെ ആക്കുക. ആരാണ് ഈ 16 വയസ്സിൽ ലൈൻ അടിച്ച് 18-ാം വയസ്സിൽ കെട്ടിച്ചാക്കുന്നത്? അങ്ങനെ ഉണ്ടാവും. 100-ൽ ഒരു 20 എണ്ണം ഉണ്ടാവും എന്ന് കരുതി 100 ആൾക്കാരും ഇതേ രീതിയിലാണെന്ന് പറയുന്ന ഒരാശയം എനിക്കിഷ്ടമല്ല. എന്തായാലും ഇത്ര എഴുതിയതല്ലേ, എന്താ ബാക്കി നോക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് സമാനമായ രീതിയിലാണ് ആദില നൂറയെ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആര് പറഞ്ഞ്? നൂറ ഇറങ്ങി വന്നതാണ്. നൂറ് ആദിലേൻ്റെ കൂടെ താമസിക്കുന്ന ആളാണ്. അവർ താമസിച്ച് തുടങ്ങിയിട്ട് 2-3 മാസമല്ല, കൊല്ലങ്ങളായി. നൂറയ്ക്ക് താല്പര്യമില്ലെങ്കിൽ എന്തായാലും ആദിലേൻ്റെ അടുത്ത് വിട്ട് പോകാൻ പറ്റും. നൂറേൻ്റെ വീട്ടുകാർ ഇപ്പോഴും നൂറേനെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. നൂറ തന്നെ വീട്ടുകാരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. ലാസ്റ്റ് വീട്ടുകാരുടെ സ്വഭാവം പെരുമാറ്റം മോശമാണെന്ന് മനസ്സിലായപ്പോൾ നൂറ തന്നെ അവരെ ഒഴിവാക്കിയില്ല. പിന്നെ എന്തൊക്കെയാണ് എഴുതി കൂട്ടുന്നത്?
വൈകാരികമായും കൊളുത്തി വെച്ചിരിക്കുകയാണ് ആദില. ബിഗ് ബോസ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് നൂറയ്ക്ക് അവരുടെ പഴയ ജീവിതത്തിലേക്ക് തിരികെ പോകണമെന്ന ആഗ്രഹമുണ്ട് എന്നാണ്. തൻ്റെ കുടുംബത്തിനൊപ്പം വീണ്ടും ഒന്നിക്കണം എന്ന ആഗ്രഹം നൂറയ്ക്കുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. എന്നാൽ അതിന് ആദിലയാണ് തടസ്സം നിൽക്കുന്നത്. ആ തടസ്സം ഒഴിവാക്കാൻ നൂറ തീർച്ചയായും വീട്ടുകാരുടെ ഒപ്പം പോകും. ഇത് എനിക്ക് ഇന്നേ വരെ തോന്നിയിട്ടില്ല. കാരണം ഇപ്പോൾ ലാസ്റ്റ് കഴിഞ്ഞ എലിമിനേഷനിൽ വരെ നൂറയാണ് ആദില എലിമിനേറ്റഡ് അല്ല എന്ന് കണ്ടപ്പോൾ ഓടിച്ചാടി വന്നത്. ഈവൻ ആ ഹോട്ടൽ ടാസ്കിൻ്റെ സമയത്ത് പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ എക്സൈറ്റ്മെൻറ്റോടു കൂടി ചാടിയതും ചിരിച്ചതും സ്നേഹം കാണിച്ചതും നൂറയാണ്. ഈവൻ നൂറയ്ക്ക് നൂറേൻ്റെ ഫാമിലി കണക്റ്റഡ് ആവണമെന്നുണ്ട്. ഇപ്പോൾ ഈ കല്യാണം കഴിച്ചിട്ടുള്ള എല്ലാവർക്കും ഈ വീട്ടുകാരുടെ പെർമിഷൻ ഇല്ലാണ്ടാണ് കല്യാണം കഴിച്ചെങ്കിൽ അവർക്ക് എന്തായാലും ഒരാഗ്രഹം ഉണ്ടാവും, വീട്ടുകാരെല്ലാവരും ഒരുമിച്ച് വരണം എന്നുള്ളത്. പക്ഷേ തൻ്റെ പാർട്ട്ണർ ഒഴിവാക്കണം എന്നുള്ളൊരു സാധനം നിങ്ങളിപ്പോഴും നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, നിങ്ങൾ ഈ ലെസ്ബിയൻസ് എന്താ, ഗെയ്സ് എന്താ, ഇതൊക്കെ നിങ്ങൾ ആദ്യം പോയി പഠിക്കുക, എന്നിട്ട് നിങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കും. ഞാൻ എൻ്റെ വീഡിയോയിൽ ആവശ്യത്തിലധികം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഒരു പെൺകുട്ടീൻ്റെ കൂടെ കല്യാണം കഴിച്ച് ജീവിക്കാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അവളുടെ സെക്ഷുവാലിറ്റി അതായതുകൊണ്ടാണ്. എന്നെയൊക്കെ ഇനി ലോകത്താണുങ്ങളേ ഇല്ല, നിനക്ക് കല്യാണം കഴിക്കണമെങ്കിൽ ഒരു പെണ്ണ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാൻ പെണ്ണിനെ കിട്ടൂല. കാരണം എൻ്റെ സെക്ഷുവാലിറ്റി അതല്ല, എൻ്റെ ജെൻഡറിനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് അങ്ങനെയല്ല. ഇവിടെ ഈ വ്യക്തി അങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്തത് കൊണ്ടാണ് ഇവർ പോയത്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? തീരെ വിവരമില്ലാത്ത കുറേ പോസ്റ്റുകൾ. എൻ്റെ അഭിപ്രായത്തിൽ നൂറയുടെ ഫാമിലി തീർച്ചയായും ബിഗ് ബോസിൽ വരണം. ഫാമിലിയിൽ നിന്നും ആരും വന്നില്ലെങ്കിൽ നൂറയുടെ ഉമ്മ തീർച്ചയായും വരണം. എന്നിട്ട് വളരെ സ്നേഹപൂർവ്വം മകളുമായി ഇടപെടണം. പോകാൻ നേരത്തെ ഒരൊറ്റ ചോദ്യം ചോദിച്ചാൽ മതി, ഉമ്മാൻ്റെ കൂടെ പോരുന്നോ മോളെ എന്ന്. നൂറ തീർച്ചയായും കൂടെ വരുമെന്ന് ഉറപ്പാണ്. ഉമ്മയുടെ ആ ഒരൊറ്റ വിളിക്ക് വേണ്ടി മാത്രം കാത്തിരിക്കുകയാണ് അവൻ. ഇതെന്താ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഇത് കേട്ടിട്ടുണ്ടെങ്കിൽ നൂറ തന്നെ എന്തായാലും ബിഗ് ബോസിന് പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ മസ്റ്റായിട്ട് റിപ്ലൈ തരും. കാരണം ഈ കേൾക്കുന്ന എനിക്ക് തന്നെ വളരെ അരോചകത്വമായി തോന്നുക. കാരണം നൂറ പോലും മനസ്സിൽ വിചാരിക്കാത്ത പല കാര്യങ്ങളുമാണ് ഇവിടെ ഈ പോസ്റ്റിൽ കൂടി ഈ പെർട്ടിക്കുലർ വ്യക്തി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അവരവരുടെ യൂട്യൂബ് ചാനലിൽ ഇട്ട ഒരു Q&A വീഡിയോയിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്കതൊന്ന് കേട്ടു നോക്കാം. പറയുമ്പോൾ നമുക്കത് ഭയങ്കര ഡ്രെയിൻഡ് ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഭയങ്കര മിസ്സിംഗ് ആണ്. വി ഡോണ്ട് വാണ്ട് എനി ടോക്സിക് പീപ്പിൾ ഇൻ അവർ ലൈഫ്. ഇപ്പോൾ ഓരോ ആൾക്കാർ അമ്മയുടെ അച്ഛനാണെന്നൊക്കെ പറഞ്ഞ് വരലുണ്ട്, ഡെയിലി ബേസിസിൽ നമുക്ക് മെസ്സേജ് വരലുണ്ട്. അപ്പൊ അതിൽ വരുമ്പോഴൊക്കെ നമുക്ക് പിന്നെ എന്റെ പൊന്നല്ലോ, ഞങ്ങൾക്ക് വയ്യ. ഞങ്ങളിപ്പോ ഒരു നല്ല ലൈഫ് ലീഡ് ചെയ്തോണ്ടിരിക്കുക, ഹാപ്പി ലൈഫ് വേണമെങ്കിൽ പറയാം. അത് ലീഡ് കഴിഞ്ഞു പോയ കാര്യങ്ങൾ, പാസ്റ്റ് ട്രോമാസ് കാര്യങ്ങൾ എഫക്റ്റഡ് ആയിട്ട് ഞങ്ങൾ അത് എങ്ങനെയെങ്കിലും ഹീൽ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ആ ഒരു ടൈമിൽ ഞങ്ങൾക്ക് ഒരു ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരെ ബെയർ ചെയ്യാൻ പറ്റുന്നില്ല, സത്യം പറയുകയാണെങ്കിൽ. അതാണ് ഇപ്പൊ ഞങ്ങളുടെ അവസ്ഥ. ഞങ്ങൾക്ക് ആർക്കും ഞങ്ങൾക്ക് ആരെയും വേണ്ട. പക്ഷെ ഇത് നൂറ എന്ന് പറയുന്ന വ്യക്തിയുടെ വായിൽ നിന്ന് കേട്ടൊരു സാധനം, വി ഡോണ്ട് വാണ്ട് ടോക്സിക് പീപ്പിൾ ഇൻ യുവർ ലൈഫ്. നൂറേൻ്റെ ഫാമിലിനെ പറയുന്ന പേരെന്താണ്? ടോക്സിക് പീപ്പിൾ. സോ പിന്നെ നിങ്ങൾക്ക് എന്താണോ പ്രശ്നം? നിങ്ങളെ ബിഗ് ബോസിൽ പോയിട്ടുണ്ടെങ്കിൽ ഇവരെ രണ്ടുപേരെയും രണ്ട് വഴിക്കാക്കാൻ തോന്നുന്നു. നിങ്ങളുടെ ഈ മെൻറ്റാലിറ്റിയാണ് മാറ്റേണ്ടത്. അവരവരുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്. അവരാരെയും ബുദ്ധിമുട്ടിക്കാനോ ആരെയും ശല്യം ചെയ്യാനോ അവർ വരുന്നില്ല. അവർ സന്തോഷത്തോടു കൂടിയാണ് മുന്നോട്ട് ജീവിക്കുന്നത്. ജീവിക്കട്ടെ. അതിനിപ്പോൾ എന്താണ്? എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു കുത്തിത്തിരിപ്പും പ്രശ്നം ഉണ്ടാക്കി ഇവരെ അങ്ങ് സെപ്പറേറ്റഡ് ആക്കിയാൽ തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി അല്ലേ? ഇവിടെ ഇവർ ഈ ബോത്ത് രണ്ട് വുമൻസ് കണക്ട് ചെയ്തത് ബൈ ലവാണ്, നോട്ട് ബൈ ക്യാഷ്, നോട്ട് ബൈ ലെസ്റ്റ്, ഒന്നുമല്ല. സോ അതുകൊണ്ട് തന്നെ ഈ ക്യാഷോ ലെസ്റ്റോ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സാധനം മാറാൻ പോകുന്നില്ല. അത് ഇനിയെങ്കിലും നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അറ്റ്ലീസ്റ്റ് യു ആർ ലിവിങ് ഇൻ 2025. ചോദിച്ചിരുന്നു ഇപ്പൊ എല്ലാം ഓക്കെ ആവുകയെന്ന് വെക്ക്. അപ്പോൾ ഒരു വന്ന് ആക്സെപ്റ്റ് ചെയ്യും. ഇപ്പൊ ഓക്കെ ആണെങ്കിൽ മോള് മിണ്ടോ, മോൾ അങ്ങോട്ട് പോയിട്ട് നല്ലോണം. ഓക്കെ. അപ്പൊ ഒരു ദിവസം ഇവള് ചോദിച്ച് എന്താ പറയാ, ഇപ്പൊ ഫാദർ വന്നാൽ ഓക്കെ, ഫാദറിനെ ഞാൻ പറയാം ഉപ്പ വന്ന മോളെ ആക്സെപ്റ്റ് ചെയ്യുമോ ഞാൻ ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞ് ഐ റിയലി ഡോണ്ട് വാണ്ട് എനി ടോക്സിസിറ്റി ഇൻ മൈ ലൈഫ്. ഓക്കെ, അതിപ്പോ ഏതൊരു രീതിയിലാട്ടെ എങ്ങനെ വന്നതെന്ന് പറഞ്ഞാലും എനിക്ക് എനി ടോക്സിസിറ്റി ബെയർ ചെയ്യാൻ കഴിയൂല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് പറ്റൂല, ഇനി ആര് വന്നാലും ലെറ്റ് ഇറ്റ് ബി ഇൻ എ ഡിസ്റ്റൻറ്റ്. ഓക്കെ, എനിക്ക് എന്നെ ആരും ഭരിക്കുന്നതോ ഇനി അത് ചെയ്യണം, ഇനി അത് മറ്റേതിടണം, ഇനി ഇതിടണം, അതാക്കണം, ഇതാക്കണം എന്നൊന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല. അങ്ങനത്തെ ആൾക്കാർ പറഞ്ഞു വരികയാണെങ്കിലും അണ്ണാക്കിൽ വെച്ച് ഞാൻ കൊടുക്കലുണ്ട്. ഒരു റിലേഷൻഷിപ്പിൻ്റെ കേസിൽ മാത്രമല്ല പറയുന്നത്, ഇവർ പറയുന്ന കാര്യത്തിൽ കൂടെ നമുക്ക് മനസ്സിലായത് ഈ കുട്ടീനെ ഭയങ്കരം അടിച്ചമർത്തി ജീവിക്കുന്ന ഒരു പാരൻസ് ആണ് ആര് എന്ന് പറയുന്നത്, ഈ നൂറയുടെയും ആദിലേൻ്റെയും എന്ന് പറയുന്നത്. അപ്പോൾ അവരെങ്ങനെ ടോക്സിക് ആക്കുന്ന അത് ഇത് എന്ന് പറയുന്ന ഒരു വ്യക്തി ഞങ്ങളുടെ ലൈഫിൽ വേണ്ട. ഇനി അഥവാ അവർ ഞങ്ങളുടെ ലൈഫിലോട്ട് വരികയാണെങ്കിലും ഞങ്ങളൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് മാത്രമേ കാണൂ എന്ന് വളരെ ഓപ്പൺ അപ്പ് ആയിട്ട് പറഞ്ഞു. മുടിക്കൊക്കെ പിടിച്ചിങ്ങനെ കുത്തി കറക്കിയൊക്കെ എടുക്കുന്നു.
മുടിക്കൊക്കെ പിടിച്ചോണ്ട് എന്നിട്ട് ഷെൽഫമ്മേ കടിക്കാൻ പോകുമ്പോൾ ഞാനിങ്ങനെ കൈയൊക്കെ വെച്ചിട്ടുണ്ട്. റമദാനാണ് അതും. ഇതൊന്നും ഉറങ്ങിപ്പോയതിനൊക്കെയാണ് പുള്ളി അങ്ങനെ ചെയ്യുന്നത്. അത്ര അബ്യൂസീവ് ആയിട്ടുള്ള ഒരാളായിരുന്നു. വലുതായപ്പോൾ അബ്യൂസ് വേറെ രീതിക്ക് പോയി. പിന്നെ ആള് എൻ്റെ സൈഡിൽ നിന്ന് ഫാദറിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ആൾ മെയിൽ ഷോനിസ്റ്റ് ആണ്. എന്ത് പറഞ്ഞാലും കല്യാണം അത് മാത്രം മൈൻഡിലുള്ള ഒരാളാണ്. അല്ലാതെ എനിക്ക് അവിടെ തന്നെ എന്താണെന്നൊന്നും ചിന്തിക്കുന്ന ഒരാളൊന്നുമല്ല. ഷോർട്ടായിട്ട് പറയാണ്. ഉമ്മിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ഉമ്മി വാപ്പയുടെ അത്ര സബ്മിസീവ് ആണ്. ആളുടെ കാൽച്ചുവട്ടിലാണ് സ്വർഗം എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പാവം വനിത. ബട്ട് സ്റ്റിൽ അവിടെയും എനിക്ക് കുറച്ച് ട്രോമകളൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിലത്തെ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് എനിക്ക് സെൽഫ് ഹാമിങ് ഒക്കെ അങ്ങനത്തെ സംഭവങ്ങളുണ്ടായി. കൈയൊക്കെ മുറിക്കുമായിരുന്നു ഞാൻ. അതൊന്നും അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തത് എന്നെ അങ്ങനെ കൈയൊക്കെ മുറിക്കൽ അങ്ങനത്തെ സംഭവങ്ങളിലോട്ടൊക്കെ നയിച്ചിട്ടൊക്കെ ഉണ്ട്. അതൊരു വലിയ എതിർത്തത് മാത്രമല്ല, അവർ കുറേ ഫിസിക്കലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. മെന്റൽ ടോർച്ചർ ഒക്കെ അവരുടെ സിറ്റുവേഷൻസ് കൊണ്ടാണെന്ന് വിചാരിക്കാൻ പാടില്ല. ബട്ട് സ്റ്റിൽ വിചാരിക്കാം. പക്ഷേ എന്നാലും നേർക്കാവില്ല. ഞങ്ങൾ ഇവളുടെ പാരൻസ് ആയിട്ട് നമ്മൾ റീകണക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു നമ്മുടെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം. പക്ഷെ പുള്ളിക്കാരി സ്റ്റിൽ നമ്മളെ എങ്ങനെയെങ്കിലും ട്രാക്ക് ഡൗൺ ചെയ്തിട്ട് സെപ്പറേറ്റ് ചെയ്യിപ്പിക്കാനുള്ള രീതിക്കുള്ള ടോക്സും സംഭവങ്ങളൊക്കെ ആയിരുന്നു. അപ്പം അത് പറയും, ഇതൊക്കെ എല്ലാ പാരൻസിനും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ നിങ്ങൾ വെറുക്കേണ്ടതുണ്ടോ അവരെ? ഈ ഒരു റീസൺ കൊണ്ട് മാത്രമല്ല. ഞാനൊക്കെ ശരിക്കും പറഞ്ഞാൽ എനിക്ക് 8ാം ക്ലാസ്സിൽ നിന്ന് വീട് വിട്ട് പോകണം തോന്നിയിട്ടുണ്ട്. എന്നെ 8ാം ക്ലാസ്സിൽ നിന്ന് എനിക്ക് ആ വീട്ടിൽ നിന്ന് ഓടിപ്പോണം തോന്നിയിട്ടുണ്ട്. അവിടെ നിന്ന് എനിക്ക് കിട്ടിയേക്കുന്ന സാധനങ്ങൾ വെച്ചിട്ട്. ഇവർക്കും വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണമെന്ന് തോന്നിയിട്ടുണ്ട്. അപ്പം അവർക്കില്ലാത്ത പ്രശ്നങ്ങൾ ഇനി നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണ്ട. അവർക്കിനി ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ പോകണം എന്നാണെങ്കിൽ അവർ പോയിക്കോട്ടെ. ഉപ്പാൻ്റെ ഉമ്മാൻ്റെ കൂടെ ജീവിക്കണം എന്നാണ് അവർ ജീവിച്ചോട്ടെ. പക്ഷെ നല്ല രീതിയിൽ പോകുന്ന ഒരു ബന്ധം തകർക്കുമ്പോൾ കിട്ടുന്ന ഒരു ഗുണം എന്താണെന്ന് അറിയില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ അത് തകർക്കുമ്പോൾ മനസ്സിലാവും. നിങ്ങളുടെ ഒരു അസംഷൻസ് മറ്റൊരാളുടെ തലയിലോട്ട് വെച്ച് കൊടുത്ത് അതവിടെ ഒരു സംശയമാക്കി അതവിടെ ഒരു പ്രശ്നമാക്കി ആ ബന്ധത്തെ 2 വഴിക്ക് കിട്ടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു സന്തോഷമുണ്ട്. പക്ഷെ അപ്പോൾ മനസ്സിലാക്കേണ്ടത് ദൈവം കർമ്മ എന്ന് പറയുന്ന 2 സാധനം മുകളിലുണ്ട്. ഇന്നോ നാളെയോ മറ്റന്നാൾ പൂർവാധികം ശക്തിയോടുകൂടി ആ തേങ്ങ തലയിൽ വന്ന് വീഴും. അപ്പം നമ്മളും ഏകദേശം ഒരു പടമെന്ന് പറയുന്ന അവസ്ഥയിലോട്ട് പോകും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാണ്ട് നിൽക്കാൻ ശ്രമിക്കുക. അവരവരുടെ ജീവിതത്തിൽ ഹാപ്പിയാണ്, അവർ പോസിറ്റീവാണ്, അവരങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോട്ടെ. അതിനുള്ളൊരു ഫ്രീഡം കൊടുക്കുക. ഈവൻ ബിഗ് ബോസിൽ തന്നെ അവരെ അറിയപ്പെടുന്നത് ബട്ടർഫ്ലൈസ് എന്നാണ്. അപ്പോൾ അവരെന്നും ബട്ടർഫ്ലൈ ആയിട്ട് അവർ ഹാപ്പി ആയിട്ട് അവരുടെ ലൈഫ് എൻജോയ് ചെയ്യട്ടെ, എക്സ്പ്ലോർ ചെയ്യട്ടെ. ഈ കൈൻഡ് ഓഫ് ആൾക്കാരുകളെ അങ്ങ് എടുക്കുക, ഒരു ഏറങ്ങറിയുക, നെവർ മൈൻഡ്. സോ ബൈ.